കീടനാശിനി തളിച്ച കറിവേപ്പില, പച്ചക്കറികൾ കഴിച്ചാൽ അപകടമുണ്ടോ? ഒരു കീടത്തിൻ്റെ ശരാശരി ഭാരം എത്രയുണ്ട്? 1 ഗ്രാമെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരം കീടത്തെ നശിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത് 5 മില്ലി ഒരു സിറിഞ്ചിൽ കൊള്ളാവുന്ന അത്രത്തോളം കീടനാശിനി എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ കീടനാശിനിയുടെ അളവെന്ന് പറയുന്നത് വെള്ളത്തിൽ പാർട്സ് പെർ മില്യൺ എന്നാണ് പറയുക. 10 ലക്ഷത്തിൽ ഒരംശം. അത് 10 ലക്ഷത്തിൽ ഒരംശം എന്ന് പറയുന്നത് കീടത്തിന് ഹാനികരമാണ്. പക്ഷേ 70 കിലോ ഉള്ള നിങ്ങൾക്കത് ഹാനികരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി കീടനാശിനി അടിക്കുന്നില്ല എങ്കിൽ ലോകത്തിലുള്ള ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ 1/3 ഇപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കി 2/3 കീടങ്ങൾ തിന്നും. കീടങ്ങളുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ കീടമെന്ന് പറയുന്നത് മനുഷ്യനാണ്. കാരണം മനുഷ്യനെ പോലെ ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള എല്ലാ യോഗ്യതയും കീടങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യൻ്റെ പെരുകുന്ന ജനസംഖ്യ മൂലം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കൃഷി കണ്ടുപിടിക്കുന്നു, ജലസേചനം ഉണ്ടാക്കുന്നു, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഇറക്കുന്നു, മണ്ണിൽ നഷ്ടപ്പെട്ട പോഷകങ്ങൾ രാസവളങ്ങളുടെ രൂപത്തിലിടുന്നു. ഇതൊക്കെ ചെയ്ത് വിളവുണ്ടാക്കുമ്പോൾ കീടങ്ങൾക്കും ജീവിച്ചേ പറ്റും. അവർ വരും. അപ്പോൾ അവരെ തുരത്താൻ വേണ്ടി കീടനാശിനി ഉപയോഗിക്കും. ഇത് കഴുകിക്കളഞ്ഞാൽ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, നമ്മൾ ഈ ചില ആൾക്കാരുണ്ട്, ഒരു പാരസിറ്റമോൾ 2 എണ്ണം കഴിക്കും. എന്താ? ഡബിൾ അടിച്ചാലേ ശരിയാകും. ഡബിൾ ഓംലെറ്റ് കഴിക്കുന്ന പോലെ. അങ്ങനെയുള്ളൊരു കർഷകനാണെങ്കിൽ ഇതൊക്കെ അടിക്കും. പിന്നെ ഇതിനെ ഒരു വൈകാരിക തലത്തിൽ എത്തിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങളും കുറച്ച് നേതാക്കന്മാരും വിജയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കീടനാശിനി ഒരു പ്രദേശത്ത് അടിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു രോഗം മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും. ഇത് ഒരു പക്ഷേ ഹാനികരമായേക്കാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ മാംസപേശികൾ തളർന്ന് ദാണ്ട് ഈ അവസ്ഥയിലാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു ശോകമായിട്ടുള്ളൊരു മ്യൂസിക്കൊക്കെ കാണിക്കിട്ടിട്ട് ഇത് അവിടെ അടിച്ച കീടനാശിനി മൂലമാണ്. അങ്ങനെ മാധ്യമങ്ങൾ വിധി എഴുതി. നമ്മളും അത് വിശ്വസിക്കും. ഞങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റുകളുടെയൊക്കെ ഇടയിൽ, ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടി ബുദ്ധിമാന്യമുണ്ട്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അപ്പോഴേ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ക്രോമസോം സ്റ്റഡി, കാരിയോടൈപ്പിംഗ് ചെയ്യും. ആ കാരിയോടൈപ്പിംഗ് നടത്തുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് വരും ഈ സ്ത്രീ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് പ്രത്യുൽപാദനം അവർ സമ്മതിക്കില്ല. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഒരു കുട്ടിക്ക് ബുദ്ധിമാന്യം അല്ലെങ്കിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ, മാംസപേശികൾ തളരുന്ന അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു 3-4 വർഷം കഴിഞ്ഞ് ഇവർ വീണ്ടും പ്രസവിക്കും. ഇതേപോലെ തന്നെയായിരിക്കും അടുത്ത കുട്ടി. ഈ 2 കുട്ടികൾ ഇങ്ങനെ ആയാൽ പോലും നമ്മുടെ ആൾക്കാർ കാരിയോടൈപ്പിംഗ് നടത്തത്തില്ല. 3ാമത്തെ കുട്ടിയും ഇങ്ങനെ ആകുമ്പോൾ ചിലർ വന്ന് ചെയ്യും. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരുടെ ജനിതക തകരാറ് മൂലം ഇവർ പ്രസവിക്കുന്ന കുട്ടികളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ യഥാർത്ഥ കാരണം കണ്ടെത്താതെ അവിടെ തളിച്ച കീടനാശിനി കൊണ്ടാണ് ഈ 3 കുട്ടികളും ഇങ്ങനെ ആയതെന്ന് പറയുമ്പോൾ ക്രോമസോം എന്താണെന്നോ കാരിയോടൈപ്പിംഗ് എന്താണെന്നോ കേട്ടിട്ടില്ലാത്ത നമ്മുടെ ആൾക്കാർ അത് വിശ്വസിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം അത്തരം വൈകാരിക തലങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് പൊങ്കാലയിടാൻ വരും. പക്ഷെ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കുക, പാർട്സ് പെർ മില്യൺ, അതാണ് കീടനാശിനി എന്ന് പറയുന്നത്. കഴുകി കളഞ്ഞാൽ പോകാവുന്നേ ഉള്ളൂ.